കെ.എസ്.ഇ.ബി ഇന്നലെ പ്രഖ്യാപിച്ച വൈദ്യുതി നിയന്ത്രണം ലോഡ് ഷെഡിംഗ് ആണെന്ന തരത്തിൽ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. എന്നാൽ വൈദ്യുതി ഉപഭോഗം കൂടിയതിനാൽ നിയന്ത്രണം നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് സർക്കാർ പറയുന്നു. സത്യത്തിൽ എന്താണ് ലോഡ് ഷെഡിംഗ്? നിലവിൽ കെ.എസ്.ഇ.ബി നടപ്പാക്കിയത് ലോഡ് ഷെഡിംഗ് ആണോ? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് ആഷിഖ് റഹ്മാൻ. ഈ പറയുന്ന പല പേരുകളിൽ ആണ് കാര്യങ്ങൾ അറിയപ്പെടുന്നതെങ്കിലും ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അങ്ങനെ കഴിയാറില്ല. പലപ്പോഴും പലർക്കും വൈദ്യുതി അവശ്യ വസ്തുവാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാറില്ല. പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിംഗ് എന്താണ് എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുകയുമാണ്. എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാനാവുക? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നത്തെ പുതിയ തലമുറക്ക് അത്ര പരിചയമുള്ള ഒരു വാക്കായിരിക്കില്ല. ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ലോഡ് ഷെഡിംഗ് രാത്രി ഒരു അരമണിക്കൂർ വീതം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടൊരു 10 വർഷത്തിന് ശേഷം നമ്മൾക്ക് അത്തരത്തിൽ പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ലോഡ് ഷെഡിംഗ് ആണ് നിലവിൽ കെ.എസ്.ഇ.ബി നടപ്പാക്കിയത് എന്നുള്ളൊരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അതിന് കാരണം 10 വർഷം മുമ്പത്തിന് സമാനമായി തന്നെ അരമണിക്കൂർ രീതിയിൽ വൈദ്യുതി നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ലോഡ് ഷെഡിംഗ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രാഥമികമായി തന്നെ ലോഡ് ഷെഡിംഗ് നടപ്പാക്കണമെങ്കിൽ അതിന് സർക്കാരിൻ്റെയും അതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ്റെയും അനുമതി വേണം. പക്ഷേ ഇത്തരം നിലവിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കെ.എസ്.ഇ.ബി കടന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ്. കാരണം ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കൊടും ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ വൻതോതിലുള്ള വൈദ്യുതി വർധനമാണ് ഇത്തരത്തിൽ ഒരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് നിലവിൽ കെ.എസ്.ഇ.ബി പോയിട്ടുള്ളത്. കാരണം അതായത് സർവ്വകാല റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നു. ഇന്നലെ തിങ്കളാഴ്ചത്തെ കണക്ക് പ്രകാരം 118 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇത് ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണമുള്ള വലിയ വർധനമാണ്. ഇങ്ങനെ വൈദ്യുതി വലിയ ഇതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ലൈനുകളിൽ കേടുപാട് സംഭവിക്കുന്നു. ഇങ്ങനെ 2 മാസത്തിനിടെ 222 ട്രാൻസ്ഫോമറുകളാണ് കത്തിപ്പോയത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ചെയ്യുക എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമറുകൾ ഓഫാക്കി ഇടുക എന്നുള്ളതാണ്. അത് കൂടുതൽ സമയം ഒരു അരമണിക്കൂർ ഇടെ ഇത് ഓഫ് ചെയ്തിടണം, ഇല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമറുകൾക്ക് ആകെ കത്തിപ്പോകും. ഇങ്ങനെ 222 ട്രാൻസ്ഫോമറുകളാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ കത്തിപ്പോയത്. ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ കെ.എസ്.ഇ.ബി ഇത്തരത്തിലുള്ള നിയന്ത്രണം നടപ്പാക്കിയിട്ടുള്ളത്. അതും മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആകെ എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കുന്ന ഒരു നിയന്ത്രണമാണ്. അരമണിക്കൂർ വീതമോ അല്ലെങ്കിൽ 1 മണിക്കൂർ വീതമോ എല്ലായിടത്തും ഒരേപോലെ നിയന്ത്രണം നടപ്പാക്കും. പക്ഷേ നിലവിൽ നടപ്പാക്കിയ നിയന്ത്രണം എവിടെയാണ് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ളത് അവിടെ മാത്രമാണ് നിലവിൽ നിയന്ത്രണം ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലായിടത്തും ഒരുപോലെ നിയന്ത്രണം നടപ്പാക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വൈദ്യുതി എവിടെയാണോ ഉപയോഗിക്കുന്നത് അവിടെ മാത്രമാണ് നിയന്ത്രണം നടപ്പാക്കുക. പക്ഷേ നിലവിൽ പ്രചാരണം നടക്കുന്നത് ലോഡ് ഷെഡിംഗ് എന്ന രീതിയിലാണ്. പക്ഷേ ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് കൃത്യമായി എല്ലാ പ്രദേശത്തും ഒരുപോലെ നിയന്ത്രണം നടപ്പാക്കും. അത് വൈദ്യുതിയിലുണ്ടാകുന്ന കുറവ് മൂലമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ലഭിക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ലോഡ് ഷെഡിംഗ് എന്നൊരു കാര്യം നടപ്പാക്കുക. പക്ഷേ സംസ്ഥാനത്ത് നിലവിലുള്ള പ്രതിസന്ധി വൈദ്യുതി ഉപയോഗം കൂടിയതുമുള്ള പ്രതിസന്ധിയാണ്. വൈദ്യുതിയുടെ കുറവ് സംസ്ഥാനം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ നിലവിലുള്ള പ്രതിസന്ധി അതിന് കാരണമല്ല. നിലവിൽ 600 മെഗാവാട്ട് വൈദ്യുതി സംസ്ഥാനത്തിന് ഈ മാസം മാത്രം കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലോടുകൂടി കേന്ദ്ര വിഹിതത്തിൽ നിന്നുള്ള 200 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചു. 250 മെഗാവാട്ട് വാങ്ങാനുള്ള റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതിയോടുകൂടി കെ.എസ്.ഇ.ബി മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ നിലവിൽ വൈദ്യുതിയുടെ കുറവ് സംസ്ഥാനത്തില്ല. പക്ഷേ വൈദ്യുതിയുടെ ഉപയോഗം വൻതോതിൽ കൂടി. അത് യുദ്ധം കാരണമാണ്. യുദ്ധം മൂലം ഇൻവെർട്ടർ കുക്കറുകൾ വലിയ രീതിയിൽ ഉപയോഗം കൂടി, AC-യുടെ ഉപയോഗം കൂടി. ഇതൊരു പ്രത്യേക സാഹചര്യം കൂടി. കാരണം യുദ്ധം പെട്ടെന്ന് വരുന്നു. അതിൽ ഇൻവെർട്ടറുകളുടെ കണക്കുകളായി പറയുന്നത് 12,000 ഇൻവെർട്ടറുകളാണ് കഴിഞ്ഞ 1 മാസത്തിനിടെ ആളുകൾ ഉപയോഗിക്കാൻ കൂടിയത്. കാരണം അത് ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ രാത്രിയിൽ വലിയ രീതിയിൽ ഈ കറണ്ടിൻ്റെ ചാർജ് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ ഈ താപനില കൂടിയതിനെ തുടർന്ന് AC നിലവിൽ ഒരു വീടുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പോൾ വീടുകളുടെ എണ്ണം കൂടി. അതുപോലെ ഒരു AC ഉപയോഗിച്ചിരുന്നിടത്ത് 2, 3, 4 AC-കളായി വർദ്ധിച്ചത്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അത് അനുഭവത്തിയും കാര്യം കൂടിയായിരിക്കാം. ഇങ്ങനെ സമാനതകളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കെ.എസ്.ഇ.ബി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണത്തിലേക്ക് കെ.എസ്.ഇ.ബി പോയിട്ടുള്ളത്. അത് ആദ്യഘട്ടത്തിൽ ഒരു 15 മിനിറ്റിടെ പല സ്ഥലങ്ങളിലും ഇടവിട്ട് കറണ്ട് ഓഫാക്കിയ ഒരു നിയന്ത്രണം സംഭവിച്ചു. എന്നിട്ടും ഈ ഉപയോഗം കുറയുന്നില്ല. അതിന് പ്രധാന കാരണം ഈ കനത്ത ചൂട് തന്നെയാണ്. പക്ഷേ കെ.എസ്.ഇ.ബി ഇപ്പോൾ നിലവിൽ ആളുകളോട് നേരിട്ട് അഭ്യർത്ഥിച്ചു ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗം കുറയ്ക്കുക. കാരണം ഈ രാത്രിയിലുള്ള ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. ഇൻവെർട്ടർ കുക്കറുകളാട്ടെ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ രാത്രി ചാർജ് ചെയ്യുന്നതാട്ടെ, AC അടക്കം അല്ലെങ്കിൽ അയൺ ബോക്സ് അടക്കം രാത്രി ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഉപയോഗം വർദ്ധിക്കും. കാരണം അതിനാൽ തന്നെ നിങ്ങൾ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ട് ഇതിനോട് സഹകരിക്കുമെന്ന് കെ.എസ്.ഇ.ബി പറയുന്നുണ്ട്. എന്തായാലും ചുരുക്കി നമുക്കിങ്ങനെ പറയാം, നിലവിൽ അതൊരു വൈദ്യുതി നിയന്ത്രണം മാത്രമാണ്. കാരണം സംസ്ഥാനത്ത് പൊതുവായി ഇത്തരത്തിലുള്ള നിയന്ത്രണമില്ല. പക്ഷേ എവിടെയാണ് വൈദ്യുതി ഉപയോഗം കൂടി ട്രാൻസ്ഫോമറുകൾ തകരാർ സംഭവിക്കുന്നത് അവിടെ മാത്രം നിലവിൽ നടപ്പാക്കി വൈദ്യുതി നിയന്ത്രണം നിയന്ത്രിക്കുകയാണ് കെ.എസ്.ഇ.ബി. ഹർഷൻ.